जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. വോളിയം 7. അതിൽ ശ്രീല പ്രഭുപാദ് ആദ്യം അമേരിക്കയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വരികയും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. 1967 പ്രഭുപാദിന് സ്ട്രോക്ക് വന്നത്. പ്രഭുപാദിന് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് പ്രഭുപാദിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഭഗവത്ഗീത. അദ്ദേഹം ആദ്യം ഒരു ഭഗവത്ഗീത മാനുസ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പബ്ലിഷ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്താണ് ബ്രഹ്മാനന്ദ പ്രഭു മക്മില്യൻ കമ്പനിയിൽ പോകുന്നതും മക്മില്യൻ കമ്പനി അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് മാനുസ്ക്രിപ്റ്റാണ് എഴുതിയേക്കുന്നത്. അപ്പം അത് എഡിറ്റ് ചെയ്യണം. പ്രഭുപാദ് ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ അല്ല, ഒരു ഇന്ത്യക്കാരനാണ്. അപ്പം ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതുമ്പോൾ അതിനകത്ത് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. എഡിറ്റിംഗ് ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം അത് എഡിറ്റ് ചെയ്യാനായിട്ട് അന്നത്തെ ഒരു ഡിവോട്ടിയായ രായരാമദാസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പ്രഭുപാദിന് സ്ട്രോക്ക് വരുന്നത്. അപ്പം പ്രഭുപാദ് ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ത്യയിലേക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി പ്രഭുപാദ് മടങ്ങിയ സമയത്തും പ്രഭുപാദിന് ആരോഗ്യം ബെറ്റർ ആവുന്ന സമയത്തും പ്രഭുപാദ് ഇടയ്ക്കിടയ്ക്ക് രായരാമയെ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയോ, എഡിഷൻ കംപ്ലീറ്റ് ആയോ. അപ്പം അദ്ദേഹം പറയും ഇപ്പം ശരിയാവും ഇപ്പം കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവരുമായിട്ടൊരു കോൺട്രാക്റ്റും ചെയ്തിട്ടുണ്ട്. മക്മില്യൻ കമ്പനിയായിട്ട് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ എഡിറ്റഡ് ആയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പബ്ലിഷ് ചെയ്ത് അവരുടെ ബുക്കായിട്ട് ഇറക്കും. അങ്ങനെ ആദ്യമായിട്ട് ഭഗവത്ഗീത ഇസ്കോണിൽ വരുന്നത്, ഈ പ്രഭുപാദ് എഴുതിയ ഭഗവത്ഗീത വരുന്നത് മക്മില്യൻ കമ്പനിയുടെയാണ്. പക്ഷെ ആദ്യത്തെ ഭഗവത്ഗീതയിൽ വളരെ ചെറിയ ചില ഇതിനൊക്കെ ഭാവാർത്ഥങ്ങളില്ലായിരുന്നു. കാരണം അവർക്ക് ഒത്തിരി പേജസ് ആയിട്ട് അവർക്ക് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ചെറിയ ബുക്കായിട്ടാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ ഈ ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് വന്നിട്ടാണ് നമ്മൾ ഒറിജിനൽ പ്രഭുപാദ് എഴുതിയ ഒറിജിനൽ ബുക്ക് അതിനകത്ത് അവർ പബ്ലിഷ് ചെയ്ത് തന്നത്. അപ്പം ഈ ശ്രീല പ്രഭുപാദ് സ്ട്രോക്ക് വന്നതിന് ശേഷം തിരിച്ച് അമേരിക്കയിലേക്ക് വന്നു. അപ്പോൾ ലോസ് ആഞ്ചൽസിൽ വെച്ചാണ് രായരാമ അത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രഭുപാദ് ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും എഴുതി, രായരാമയ്ക്ക് എഴുതി. അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിഷൻ ഇപ്പം തീരും, ഇപ്പം ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് തിരിച്ചു പറഞ്ഞു, ഞാൻ 6 മാസം മുമ്പേ പറഞ്ഞപ്പോഴും നീ ഇപ്പം തീരും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും നീ തീർത്തിട്ടില്ല. അതുകൊണ്ട് നീ വേറെ എല്ലാ സർവീസും നിർത്തിയിട്ട് നീ ആ എഡിഷൻ ബുക്കുമായിട്ട് ഇവിടെ വരാനായിട്ട് പറഞ്ഞു. പ്രഭുപാദ് താമസിക്കുന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയതിന് ശേഷം അപ്പം പ്രഭുപാദിന് ഒരു റൂമും ഉണ്ട്, ഒരു ലിവിങ് റൂമും ഉണ്ട്. ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ഓൾറെഡി അവിടെ സുബലദാസ് വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ ഫാമിലി പ്രശ്നം വന്നപ്പം പ്രഭുപാദ് പറഞ്ഞു, സുബലദാസ് എൻ്റെ അടുത്ത് വന്ന് താമസിക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലെ വിഷമങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞു. അപ്പം ലിവിങ് റൂമിൽ ഓൾറെഡി ഒരു കർട്ടൻ മാത്രമേ ഉള്ളൂ. പ്രഭുപാദ് താമസിക്കുന്ന സ്ഥലം, പിന്നെ ലിവിങ് റൂം. പ്രഭുപാദിന്റെ ആ ലിവിങ് റൂമിലാണ് സുബലദാസ് താമസിക്കുന്നത്. ഒരു കർട്ടൻ മാത്രമേ ഉള്ളൂ പ്രഭുപാദിന്റെ റൂമുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ പ്രഭുപാദ് എന്തൊക്കെ ചെയ്യുന്നെന്നോ അദ്ദേഹത്തിന് ഇപ്പുറത്തിരുന്ന് അറിയാൻ പറ്റും. പ്രഭുപാദിന് എന്നിട്ടും പ്രഭുപാദ് രായരാമദാസിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിനെയും കൂടെ താമസിപ്പിച്ചു ഇത് ചെയ്യാനായിട്ട്. പ്രഭുപാദ് എന്ത് വില്ലിംഗ് ആണ്, ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത് രായരാമദാസ് അപ്പം ശിഷ്യന്മാരെല്ലാം പ്രഭുപാദിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. കാരണം സ്ട്രോക്ക് വന്ന് തിരിച്ചു വന്നതേ ഉള്ളൂ. പക്ഷെ പ്രഭുപാദ് അതില് നിർത്തിയില്ല. രായരാമദാസ് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് എഴുതും, പ്രഭുപാദ് നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാലും പ്രഭുപാദ് അത് കേൾക്കാറില്ല എന്ന്. പ്രഭുപാദ് ഡെയിലി സ്ട്രോക്ക് വന്നതിന് ശേഷം 5 കിലോമീറ്റർ ഒരു ദിവസം നടക്കുമായിരുന്നു. 5 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രാത്രി എഴുന്നേൽക്കുകയും ചെയ്യും. രാത്രി എഴുന്നേറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ പറയും, ഇത്രയും എക്സർഷൻ എടുക്കണ്ടെന്ന് പറയുമ്പം
പ്രഭുപാദ് പറയും, എൻ്റെ ജീവിതം പ്രചരണം ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറും യൂസ്ലെസ് ആണ്, പ്രയോജനമില്ലാത്തതാണ് എന്ന് പറയും. എന്നിട്ട് രായരാംദാസ് ശിഷ്യന്മാർക്ക് എഴുതിയ ലെറ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വട്ടം ഗർഗമുനി പ്രഭുപാദിന്റെ ആദ്യകാല ശിഷ്യനാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പം ഗർഗമുനി പ്രഭുപാദിനോട് പറയും, ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ ഓരോരോ കാര്യങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാറുണ്ട് എന്ന് പറയും. അപ്പം പ്രഭുപാദ് അദ്ദേഹത്തിനോട് പറയും, ഞാൻ സ്വപ്നം കാണാറുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ പ്രീച്ച് ചെയ്യണം, പല സ്ഥലത്ത് പ്രീച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന് പറയും. അപ്പൊ അതില് രായരാം പ്രഭു പറയുന്നത്, നമ്മൾ ഗുഡാകേശ എന്ന് പറയാറുണ്ടല്ലോ, അർജുനന് നിദ്രയെ ജയിച്ചവൻ എന്ന് പറഞ്ഞു. അപ്പം ഇതേപോലെയാണ് ഒരു പരിശുദ്ധ ഭക്തനായ ശീല പ്രഭുപാദും. അദ്ദേഹവും കാണുന്ന സ്വപ്നങ്ങള് എങ്ങനെ പ്രചരണം ചെയ്യണം, എങ്ങനെ ഭഗവാന് സേവനം ചെയ്യണം, അങ്ങനെ അദ്ദേഹം നിദ്രയും ജയിച്ചവനാണ് എന്നുള്ള രീതിയിൽ രായരാമദാസ് അതിനകത്ത് പറയുന്നു.